ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് ഏതാ സ്ഥലം എന്നറിയോ? ഊട്ടി പോണ റോഡാണ് കേട്ടോ. നമ്മളിവിടെ വയനാട് ഒരു തെറപ്പി എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഈ റൂട്ട് തിരിച്ച് ഇങ്ങോട്ട് ഈ റൂട്ട് പോകുന്നു കേട്ടോ. ആക്ച്വലി തെറപ്പി കൊടുക്കാൻ വേണ്ടി വന്നതാണെങ്കിലും ഒരു റിയൽ തെറപ്പി കിട്ടിയത് എനിക്കാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നേച്ചർ കൊണ്ട് ഹീൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ റൂട്ടൊക്കെ ഒന്ന് കയറി വന്നു കഴിഞ്ഞാൽ മക്കളിങ്ങടെ എല്ലാ ട്രോമയും പോകും കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയണ പോലെ തന്നെ ഞാൻ PCOSൻ്റെയും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിൻ്റെയും ഒക്കെ ബുദ്ധിമുട്ടുകൊണ്ട് ഇങ്ങനെ സ്ട്രെസ്സ് കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ബ്ലാങ്ക് ആണ് ആ വണ്ടി പോയിക്കോട്ടെ അല്ലേ, ഫുൾ ബ്ലാങ്ക് ആണ്. എൻ്റെ കംപ്ലീറ്റ് സ്ട്രെസ്സും പോയി ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ പറയാൻ മറന്നുപോയി. ഓക്കെ, നമുക്കിന്നൊരു കംപ്ലീറ്റ് വ്ളോഗാണ്. ഞാൻ തെറപ്പിക്ക് വന്നതും എൻ്റെ ഇന്നത്തെ ഈ ഒരു 1.5 ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അതായത് നമ്മൾ ഇന്നലെ രാത്രി കയറി ഇന്ന് രാത്രി ആകുമ്പോഴേക്കും വീടെത്തും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു 1.5 ദിവസത്തെ വിശേഷങ്ങളാണ്. ലെറ്റ്സ് മൂവ്. ഗൈസ്, ഞാനിവിടെ ഒരു ദിവസം മുന്നേ എത്തിയതാണ് കേട്ടോ. നമ്മൾ തെറപ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴേ വീഡിയോ എടുക്കുക കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ എപ്പോഴൊക്കെ തെറപ്പി കൊടുക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുമ്പോഴോ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. തിരിച്ചിറങ്ങുമ്പോഴേ എനിക്കൊരു സമാധാനം ഉണ്ടാവട്ടെ. നമ്മൾ പോയ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിഞ്ഞല്ലോ, അപ്പോൾ ഇനി നമുക്ക് വീഡിയോ എടുക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്നുള്ളത്. അങ്ങോട്ട് പോകുന്ന ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സ് നിറയെ ടെൻഷൻ കൊണ്ടായിരിക്കും. നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെ നടക്കുമോ, നല്ല രീതിക്ക് തെറപ്പി കൊടുക്കാൻ പറ്റുമോ, അവർ നമ്മൾ പോകുന്ന ക്ലയൻറ്റ് ഹാപ്പി ആയിരിക്കുമോ, അങ്ങനെ കുറേ ചിന്തകളായിരിക്കും മനസ്സിലുണ്ടാവുക. പക്ഷെ തിരിച്ചു വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ യാത്രയും എനിക്കുള്ളൊരു സെൽഫ് ഹീലിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കൂടുതലും ഈ കാട്ടിലൂടെയും മലേൻ്റെ സൈഡിൽ കൂടെയും അല്ലെങ്കിൽ അരുവികളുടെ ഭാഗത്തു കൂടെയൊക്കെ പോയി വരുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലായിരിക്കും കേട്ടോ. നമ്മൾ ഈ രാവിലെ തന്നെയുള്ള ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഈ കാടിൻ്റെ മേലെ ഇതിൻ്റെ അപ്പുറത്തേക്ക് പറഞ്ഞാൽ ഒരു പൈൻ ഫോറസ്റ്റ് ഒക്കെ ഉള്ളത്. അപ്പോൾ ആ പൈൻ ഫോറസ്റ്റ് അതേപോലെ 41 ഹെയർ പിൻ ഉണ്ട് നമ്മൾ വന്ന റൂട്ട് എന്ന് പറയാൻ കേട്ടോ. അവിടെ നിന്ന് ഊട്ടി വഴി മേട്ടുപ്പാളയം, കോയമ്പത്തൂർ അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ ആ റൂട്ടിലൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് ഈ രണ്ട് സൈഡും നിറയെ കാടും അതുപോലെ മലകളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ പൈൻ ഫോറസ്റ്റിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ പോയിട്ട് നമ്മൾ മേലേക്ക് എത്തുമ്പോൾ നല്ല മണമാണ് കേട്ടോ. നിറയെ യൂക്കാലിപ്റ്റസിൻ്റെ മണം ഇങ്ങനെ നമുക്കിങ്ങനെ കുത്തി കയറി മൂക്കിലോട്ട് അത്രയും നല്ല മണമാണ്. നമ്മളിനെ തന്നെ ഇങ്ങനെ മെൽട്ടാക്കി കളയുന്ന സ്മെല്ലൊക്കെ വരും. അപ്പം ഇതിൽ കൂടെയൊക്കെ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ ലൈഫിൽ വല്ലാത്തൊരു ഹെൽപ്പായിട്ടുണ്ട് കേട്ടോ ഇത്തരത്തിലുള്ള യാത്രകൾ. അൾട്ടിമേറ്റ് തെറപ്പി എന്ന് പറയുന്നത് നേച്ചറാണ് കേട്ടോ. നമ്മൾ എന്ത് തെറപ്പി ചെയ്താലും തെറപ്പി എടുത്തു കൊടുത്താലും നമുക്ക് തെറപ്പി എടുത്താലും നത്തിങ് ഇൻ ദിസ് വേൾഡ് ക്യാൻ ഹീൽ മീ ലൈക്ക് ദിസ്. നേച്ചർ അല്ലാണ്ട് വേറെ ഒന്നും ഈ ലോകത്ത് നമുക്ക് ഓക്കെ ആവാൻ വേണ്ടതൊക്കെ പഠിച്ചതിന് ഇവിടെ പഠിച്ചു വെച്ചിട്ട് നമ്മളിങ്ങോട്ട് പറഞ്ഞു വെച്ചിരിക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ മാത്രം മതി. എല്ലാം മുറി മാറുന്നേ, എല്ലാ പ്രശ്നവും തീരും. സോറി. നമ്മളിങ്ങനെ ഹിൽ ഏരിയ അല്ലെങ്കിൽ ഹൈ റേഞ്ച് ഏരിയയിലൂടെയൊക്കെ പോണ സമയത്ത് നമുക്ക് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ നാച്ചുറൽ വെജീസ്. നാച്ചുറൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരതിൽ എന്തെങ്കിലുമൊക്കെ കെമിക്കലൊക്കെ ഇടുന്നുണ്ടാവും. പക്ഷെ എന്നാലും ഇവിടുത്തെ ക്യാരറ്റിന് ഭയങ്കര മധുരമായിരിക്കും. പിന്നെ അവിടുത്തെ ചേച്ചിയാണെങ്കിലും നല്ല സ്നേഹമുള്ള ചേച്ചിയായിരുന്നു കേട്ടോ. നമുക്ക് ക്യാരറ്റൊക്കെ ഫ്രീ ഒക്കെ തന്നിരുന്ന് കഴിച്ചോളാൻ പറ്റും. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതേപോലെ നിറയെ കുരങ്ങന്മാരെ കാണാം കേട്ടോ. ഏത് ഭാഗത്ത് പോയാലും കുറച്ച് കാടുള്ള വഴി കൂടെ പോകണമെന്ന് വെച്ചാൽ ഇടത്തും വലത്തൊക്കെ നിറയെ കുരങ്ങന്മാരുണ്ടാവും. ചെറിയ തണുപ്പൊന്നുമല്ല കേട്ടോ, നല്ല തണുപ്പുണ്ടാവും. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ആ ചേച്ചി തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു, അത് കെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഊതി അതിലിങ്ങനെ തീയൊക്കെ ആവിയൊക്കെ കൊണ്ട് ഒന്ന് തണുപ്പാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് കുറേ കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അവിടെ തലേ ദിവസം വൈകുന്നേരത്ത് മഴ പെയ്തു ഉത്തരേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം അടിക്കാൻ രാവിലെ പറ്റിയിട്ടില്ല, അപ്പോൾ വെള്ളം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോളോട് കോളായിരുന്നു രാവിലെ തന്നെ. മെമ്പറേ വെള്ളമില്ല, മെമ്പറേ കറണ്ട് പോയി ഇതൊക്കെ ഇട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കാണായിരുന്നു. വെള്ളം ഇങ്ങനെ അടിച്ചെടുക്കാൻ പറയാനൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ സെറ്റാക്കി കേട്ടോ. അപ്പോൾ വെള്ളം നമ്മൾ എത്താത്ത ഭാഗത്തേക്ക് ടാങ്കറിൽ വെള്ളം വിട്ടുകൊടുത്ത് അങ്ങനെയൊക്കെ സെറ്റാക്കി. പിന്നെ ഈ ഒരു കോളെന്ന് പറയുന്നത് നമുക്ക് ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. രാവിലെ രാത്രിയൊക്കെ വന്നുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ അത് ഞാൻ കുറച്ചൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ ചായൻ്റെ കടിയായിട്ട് നമുക്ക് കിട്ടിയതാണ് കേട്ടോ ഇപ്പോൾ ഈ ക്യാരറ്റ്. നല്ല ചായ, നല്ല ഫ്രഷ് ക്യാരറ്റൊക്കെ കിട്ടും നമുക്ക് ഇവിടെ. മധുരമുള്ള ക്യാരറ്റാണ് ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ആൻഡ് യു നോ വാട്ട്, നമുക്ക് ആ ചേച്ചി ക്യാരറ്റ് ഫ്രീ ആയിട്ട് തന്നു. ചായൻ്റെ പൈസ മാത്രമേ എടുത്തുള്ളൂ അല്ലേ ചേച്ചി? ക്യാരറ്റ് ഫ്രീ ആയിട്ട് തന്നു ഗൈസ്. പോവാ ശരി ചേച്ചി, പോണോ? 10 മണിയായിട്ടോ. നമുക്കിനി ഒരുപാട് ഓടാനായിട്ടുണ്ട്. വീട്ടിലേക്ക് പെട്ടെന്ന് എത്തണം. നമ്മുടെ അവിടെ ജയേട്ടൻ്റെ മോന് മരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങിയ ശേഷം ഞാൻ കണ്ടറിഞ്ഞ്. അപ്പോൾ ഇനിയിപ്പോൾ എടുക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് എത്തണം. 2 മണിക്ക് എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകണം കേട്ടോ. വേറെ എവിടെയും പോകുന്നില്ല. വേഗം എത്ര പെട്ടെന്ന് വീട് പിടിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമ്മൾ വീട് പിടിക്കുക എന്നുള്ളതാണ് പ്ലാന്. ആ ടൈം നമ്മളേക്ക് എത്താൻ നോക്കാം. ഓക്കെ,
അപ്പോൾ ഭൂരി പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. വരട്ടെ. ശരിക്കും എനിക്ക് എണ്ണയെ പൊരിച്ച ആഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല പറഞ്ഞുകൊണ്ട് ഞാൻ ഭൂരിയൊക്കെ കഴിച്ചിട്ട് കുറേ ദിവസമായി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ യാത്രയിലായതുകൊണ്ട് നമ്മൾ അതൊന്നും നോക്കാത്തതുകൊണ്ട് ആ ഒരു ഹാപ്പിനെസ്സാണ് ആ ഫുഡ് കഴിക്കണതിൽ കണ്ടത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് വെച്ച് പിടിച്ചിട്ടോ, നല്ല സ്പീഡിലാണ് വന്നേ. ആക്സിലേറ്റർ എത്ര മുറുക്കാൻ പറ്റുമോ അത്രയൊക്കെ മുറുക്കിയിട്ട് നമ്മൾ വന്നു കേട്ടോ. അങ്ങനെ ഇങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ വീട്ടിലെത്തി. എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരത്ത് ഷാവിലിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കില്ലേ ഈ പറയുന്ന ജയേട്ടൻ്റെ വീട്ടിലോട്ട് ആ കുട്ടിയെ എടുക്കുന്നതിന് മുന്നേ നമുക്ക് എത്താനായിട്ട് പറ്റിയില്ല. കാരണം അവൻ ഓൾറെഡി വയ്യാതെ കിടക്കുന്ന മോനായിരുന്നു കേട്ടോ അവരുടെ. അപ്പോൾ ഇപ്പോൾ ഈ കോവിഡും കാര്യങ്ങളൊക്കെ ആയപ്പോഴേക്കാണ് ഒരുപാട് വയ്യായിക അധികമായത്. നമ്മൾ ഷാവിന് ചായ അടിക്കുന്ന കേസ് ആടടിക്കാൻ ഓനോ ഊതി പറഞ്ഞു. എന്താണ് കാട്ടുന്നത്? ഓ ഇത് നല്ല ചായ ആയിരുന്നാ? ഇഞ്ചി ചായ ഷാവിലെ ഗൈസ്. കടയുടെ മുതലാളി ചായ മാനേജർ ചായ ഉണ്ടാക്കണു ഗൈസ്. ആ ചെക്കൻ മറ്റേ വ്ളോഗർ കേട്ടാ. സോറി കണ്ണടച്ചു പിടിച്ചായിരുന്നു കേട്ടോ. പക്ഷെ ഇങ്ങനത്തെ കോസ്മെറ്റിക്സ് ഞാൻ നോക്കട്ടെ. തക്കാളി കടയിൽ കൊണ്ടുവന്നിട്ട് കോസ്മെറ്റിക്സിന്റെ സൈഡിലേക്ക് നോക്കരുത് പറയണേ കേസ്. എന്തേലും വാങ്ങട്ടേടാ. പക്ഷെ കുഴപ്പമില്ല, എൻ്റെ സ്കിന്ന് ബെറ്റർ ആയിട്ടോ. നോക്കി നോക്കാം, ഒന്നും ഇട്ടില്ല. മോൻ കഴുകിട്ട് വന്നതാണ്. സൂപ്പർ ആയിട്ട് അല്ലേ? കാരണം നമുക്ക് കോസ്മെറ്റിക്സിനെ കണ്ടോ. PCOSും ഹോർമോണൽ ആക്നെയൊക്കെ വന്ന ശേഷം കോസ്മെറ്റിക്സിന്റെ സൈഡിലേക്ക് ഞാൻ നോക്കണ എൻ്റെ വീക്കൊക്കെ പേടിയാണ് കേട്ടോ. ഷാവിലും ബഷീറിനെ വല്ലാണ്ട് കളിയാക്കും. പക്ഷെ എൻ്റെ റോ സ്കിന്നും ബെറ്റർ ആയി വരുന്നുണ്ട് കേട്ടോ. അതായത് ആക്റ്റീവ് ആയിട്ടുള്ള പിമ്പിളൊക്കെ വല്ലാണ്ട് കുറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ആക്നെ മാർക്സ് ഒക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ ഒരു ഹെവി പർച്ചേസിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നാണ് കേട്ടോ. ഇതിപ്പോൾ ഷാവിൽ അവിടെ നിന്ന് വരാനായിട്ട് ഇത്തിരി നേരം വൈകും. 10:30 അവനക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ അവനക്ക് അവിടെ പണി ഓക്കെ ആവുന്നില്ല കേട്ടോ. അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങും. നമ്മളിത് ഇങ്ങനെ മാനേജർ പണിയാണ് ഏറ്റവും ഓക്കെ ആയിട്ടുള്ളത്. ഐ മീൻ നമ്മളവിടെ നിന്ന് ഇറക്കിയിട്ട് നമ്മുടെ കൂടെ തന്നെ അവനെ നിർത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ. ഞാനിപ്പോൾ ഓഫീസ് ഒഴിവാക്കിയതുകൊണ്ടാണ് അവന് തൽക്കാലത്തേക്ക് നമ്മളവിടെ ടീലോഫിൽ മാനേജറായിട്ട് കയറ്റിയത് കേട്ടോ. പക്ഷേ ചെക്കന് ഒട്ടും അവിടെ ഓക്കെ അല്ല. ഇൻഷാ അള്ളാ അവൻ്റെ ഹെൽത്തൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ നമ്മുടെ കൂടെ തന്നെ അടുത്ത് തന്നെ നിർത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ചും കൂടെ നമുക്ക് ഓൻ്റെ സാലറി കാര്യങ്ങളൊക്കെ ഒന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തട്ടെ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ അവിടെ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. താളെ ക്ഷീണിച്ചിട്ടാണ് വരുന്നത്. മുട്ടും കൈ മുതൽക്ക് കൈയിൻ്റെ കൈപ്പത്തി വരെ പൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം പൈസ കാര്യമാവും. ഇത് മറ്റേതാണല്ല മഞ്ചിട്ട് പെണ്ണ അല്ല. പിന്നെ ഒരു ഗ്രീൻ ടീ മേടിച്ചതിന് ഓൻ്റെ ഡയലോഗേ സോറി ഇങ്ങനെ പറഞ്ഞേച്ചതിനതൊക്കെ അങ്ങനെ ഏത്. പക്ഷെ ഇങ്ങോട്ടൊക്കെ നല്ല ചന്തണ്ടടാ. സീരിയസ്ലി അന്നല്ല വേണം വേണ്ടേ. പക്ഷെ ഇങ്ങോട്ട് നോക്കടാ. വേണമെങ്കിൽ നോക്കിയാൽ നല്ല ലുക്കുണ്ട്. അപ്പൊ പക്ഷെ തിരിഞ്ഞു നോക്കില്ല. തുറക്കും. കൊള്ളാം ശാലേ, കൊള്ളാം. ഇന്നിപ്പോ പാട്രിയാറ്റ് കണ്ടോ ഇല്ലേ? അട്ടിച്ച് കൊന്നേനല്ലെങ്കിൽ മാനേജർമാര് നന്നാവണം, നല്ല കച്ചവടം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു കറണ്ട് മാനേജർ അത്ര എത്ര ആൾക്കാര് പടത്തിന് വന്നിട്ട് എന്തില്ലാത്തത്. ഓ അതുകൊണ്ടാണ് കേട്ടാ. അങ്ങനെ ഷാഹുലിനെ കൊണ്ടുവിട്ട് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് പുറത്തിറങ്ങിയാണ് കേട്ടോ. ഞാൻ എന്തിനാണ് പുറത്തിറങ്ങിയെന്ന് ആലോചിക്കുന്നത്. ചായ ഒടിച്ച് വരുന്ന വഴിക്ക് നിറയെ മഴ കേട്ടോ. പെരുമഴ. ആദ്യം ഇങ്ങനെ ചാറ്റിൽ പോലെ കൊയ്ത് തുടങ്ങി. അപ്പം ഞാൻ വലിയ രസത്തിൽ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെടോ എന്തൊരു മഴ. പക്ഷെ നല്ല രസമായത്. ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. അതായത് നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മളത് നിന്ന് കൊള്ളണം എന്നാണ് അതിൻ്റെ ശാസ്ത്രം. ഞാൻ മാത്രമല്ല ബഷീർ നനഞ്ഞ് നന്നായിട്ട് കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നനഞ്ഞിട്ട് അങ്ങോട്ട് എന്താ പറയുക, നമ്മുടെ മേലെന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത്രയും നല്ല ഒരു മഴ കിട്ടി കുറേ ദിവസത്തിന് ശേഷം. അല്ലെങ്കിൽ ഈ ഒരു വർഷം നമുക്കിങ്ങനെ നല്ല മഴയൊക്കെ കിട്ടുന്നത് വളരെ റെയറാണ് കേട്ടോ. ഈ വെയിലത്ത് ഈ ഒരു മഴ എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ പോയിട്ട് അവിടെ നിന്ന് കിളിയും പറഞ്ഞിട്ട് തിരിച്ച് വന്ന് നല്ല പേരുമഴയൊക്കെ കൊണ്ടിട്ട് ഈ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞ പാട് ഞാൻ എൻ്റെ മൊബൈലിനൊക്കെ പാടെ എടുത്തിട്ട് വണ്ടിയുടെ ഡിക്കിയിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.